റേഡിയോ വഴി പാട്ട് കേൾക്കുന്നവരാണ് ഇപ്പോഴും. അങ്ങനെ പാട്ടുകൾ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും ഫോണിന് ചില ഫോണുകളിൽ ഇപ്പോൾ റേഡിയോ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ടാവില്ലേ. ഇനി ഉള്ള ആണെങ്കിലോ അതിൻ്റെ ക്വാളിറ്റിയോടെ നിങ്ങൾക്ക് കേൾക്കാനും സാധിക്കില്ല. എന്നാൽ ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ക്വാളിറ്റിയോടെ കാറ്റഗറി ബേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാവുന്നതാണ്. അതിൽ മലയാളം പാട്ടുകളും ഭാഷാ പാട്ടുകളും ഒക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിന് കണക്കിലുള്ള പാട്ടുകൾ നിങ്ങൾക്ക് അതിൽ കേൾക്കാവുന്നതാണ്. അതും വളരെ ക്വാളിറ്റി വരും. അപ്പോൾ അത് ഏത് ആപ്ലിക്കേഷൻ എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണ് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. പിന്നെ യൂട്യൂബിൽ അത് ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. യൂട്യൂബിൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ ഇനി മുതൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണം. എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും എൻ്റെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ മുമ്പായിരിക്കാണ് വരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാലേ ഇനി തൊട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അങ്ങനെ ഒരു അപ്ഡേറ്റ് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. അപ്പോൾ നോക്കി അത് വീഡിയോ നോക്കാം. വീഡിയോയിലോട്ട് പോവാം. നിങ്ങളെല്ലാവരും റേഡിയോയിൽ പാട്ട് കേൾക്കുന്നവരില്ലേ? എന്നാൽ റേഡിയോയിൽ പാട്ട് കേൾക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നിങ്ങളെല്ലാവരും ഫോണിൽ ഇമ്പോർട്ടായിട്ട് ഒരു റേഡിയോ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും, ഇല്ലാത്ത ഫോണും ഉണ്ടായിരിക്കും. എന്നാൽ അതിൽ ഒരു ക്വാളിറ്റിയുള്ള സൗണ്ടുള്ള റേഡിയോ ഉണ്ടായിരിക്കത്തില്ല. എന്നാൽ വളരെയധികം ക്വാളിറ്റി ഉള്ളതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കാറ്റഗറി ബേസിൽ കേൾക്കാൻ പറ്റുന്ന ഒരു റേഡിയോ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്ലിക്കേഷൻ ലിങ്ക് ഉണ്ടാവും. ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒരുപാട് ഇഷ്ടംപോലത്തെ റേഡിയോസുകളൊക്കെ കാണാൻ സാധിക്കും. ഏത് റേഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. ഇവിടെ ആക്ച്വലി സ്റ്റേഷൻസ് ഉണ്ട്. അതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ യേശുദാസിൻ്റെ പാട്ടുള്ള സ്റ്റേഷനാണോ നിങ്ങൾക്ക് വേണ്ടത്, മോഹൻലാലിൻ്റെ പാട്ടുള്ള സ്റ്റേഷനാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് അവർ നല്ല ക്ലിയറായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഹലോ. അപ്പോൾ അത് നല്ല ക്ലിയറായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട്. കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ പ്ലേ ചെയ്ത് തരാൻ സാധിക്കില്ല. ഇവിടെ ലൈവ് റേഡിയോസും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫേവററ്റ് റേഡിയോ ആയിട്ടും ഇവിടെ ഇടാവുന്നതാണ്. ഇവിടെ എയർ ഫിലിമുണ്ട്. ഇവിടെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലേ ചെയ്യാം കേട്ടോ. എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണ്. പിന്നെ ശേഷം നിങ്ങൾ ഈ ഒരു ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേസർ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഞാൻ കൂട്ടിയും കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഫേവററ്റ് ലിസ്റ്റിലോട്ട് ഈ പാട്ട് പോകുന്നതാണ്. ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഈ ഫേവററ്റ് എന്നൊരു
ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫേവറേറ്റ് ആക്കിയിട്ട ആ പാട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് എത്ര ഫേവറേറ്റ് പാട്ട് വേണോ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്ത് ഇടാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ആളെ പാട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം, ഞാനിപ്പോൾ പ്ലേ ചെയ്യണില്ല, പാട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത പാട്ട് വരണതാണ്. ഇവിടെ ഈ ഒരു ഐക്കൺ കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡിഫോൾട്ടായിട്ട് ഗ്രീനാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ വയലറ്റ് കൊടുത്ത് ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാവുന്നതാണ് ഓരോ കളറായിട്ട്. ഞാനിപ്പോൾ ഡിഫോൾട്ടായിട്ട് ഗ്രീനല്ലേ കിടന്നത്, അതുകൊണ്ട് ഗ്രീൻ തന്നെ ഞാൻ സെലക്ട് ചെയ്യാണ്. ജസ്റ്റ് ഞാൻ അതിൽ നിന്നൊക്കെ ഒരു ബാക്ക് വരെയാണ്. വേറൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇവിടെ ഏറെ ഫിലിം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് ഫിലിം വെച്ചിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എല്ലാം ഫ്രീ ആണ്, എല്ലാം നമുക്ക് ഇങ്ങനെ പ്ലേ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ മലയാളമുണ്ട്, തമിഴുണ്ട്, ഹിന്ദിയുണ്ട്, ന്യൂസ് 24/7 ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉള്ളതാണ്. ഡിവോഷണൽ സോങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്നതാണ്. ഞാൻ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ബാക്ക് വരെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരെയാണ്. മറ്റൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇവിടെ 3 ലൈൻസ് കാണാൻ സാധിക്കില്ല. അവിടെ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് തീം മോഡ് എന്ന ഒരു ഓപ്ഷൻ കാണും. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഡാർക്ക് തീം മോഡിലേക്ക് മാറ്റാം. തിരിച്ചും അതേപോലെ തന്നെ നിങ്ങൾക്ക് മാറ്റാത്തതാണ്. ഡിഫോൾട്ടായിട്ട് സിസ്റ്റത്തിൻ്റെ ഇതിലായിരിക്കും അതുണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് മാറ്റാത്തതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സീറ്റ് ഡ്രൈവർ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് ഇതിനെ മനസ്സിലാവാൻ ഉള്ളതാണ്. 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ അങ്ങനെ ഉണ്ട്. ഇവിടെ പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. റേഡിയോ തന്നെയാണ്. പിന്നെ അവർ പറയുന്ന ആപ്ലിക്കേഷനിലേ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമാണ്. സെറ്റിങ്സുകളും ഉണ്ട്. ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതി നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെയുള്ള എല്ലാ തരം ടെക്നോളജി വീഡിയോസിനും നിങ്ങൾക്ക് ദിവസവും ലഭിക്കാൻ വേണ്ടി ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണ് ഓപ്ഷൻ കൊടുക്കുക. ഇതിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ കാണാം.